ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളായി നടത്തും. ഡിസംബർ 8, 10, 14 തീയതികളിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 16-ന്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 12-ന്. നവംബർ 19 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. സംസ്ഥാനത്ത് ഇന്ന് 7002 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7854 പേർക്ക് രോഗമുക്തി. 27 മരണം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് 2 പ്രധാന പാതകളിലൂടെ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് യാത്രാ അനുമതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. IPL ക്രിക്കറ്റ് എലിമിനേറ്ററിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 8, 10, 14 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഡിസംബർ 16-ന് വോട്ടെണ്ണൽ നടക്കും. സംസ്ഥാനത്ത് ഇപ്പോഴത്തെ പൊതു തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 1-ാം ഘട്ടം ഡിസംബർ 8 ചൊവ്വാഴ്ച. അന്നേ ദിവസം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. 2-ാം ഘട്ടം ഡിസംബർ 10 വ്യാഴാഴ്ച. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് എന്നീ 5 ജില്ലകളാണ്. 3-ാം ഘട്ടം ഡിസംബർ 14 തിങ്കളാഴ്ച. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിലാണ്. എല്ലാ സ്ഥലത്തും വോട്ടെടുപ്പ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. വോട്ടെണ്ണൽ ഡിസംബർ 16 ബുധനാഴ്ചയാണ്. ഈ മാസം 12-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 19-ആണ്. ഇന്നു മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ. കോവിഡ് പോസിറ്റീവായവർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനായി പ്രത്യേക ക്രമീകരണം ഒരുക്കും. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 2,71,00,000-ലധികം വോട്ടർമാരാണ് ഉള്ളത്. 34,744 പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജീകരിക്കും. ഡിസംബർ 31-നകം പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കിയ പദ്ധതികളും വലിയ വിജയമുണ്ടാക്കുമെന്നും LDF കൺവീനർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ UDF സർവ്വകാല റെക്കോർഡിൽ വിജയം നേടുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജനങ്ങൾ വലിയ മാറ്റമാണ് ആഗ്രഹിക്കുന്നതെന്നും അഴിമതിരഹിതമായ സദ്ഭരണം കാഴ്ചവയ്ക്കാൻ UDFന് മാത്രമേ സാധിക്കൂവെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി സംസ്ഥാനത്ത് വൻ മുന്നേറ്റം നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന മുന്നണി NDA ആയിരിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 7002 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7854 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,384 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തൃശൂരിൽ 951, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 750-ന് മുകളിലും, എറണാകുളം, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ 600-ന് മുകളിലും രോഗബാധിതരുണ്ട്. 83,208 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ സ്റ്റേജ് കാരിയേജ് ബസ്സുകളുടെയും കോൺട്രാക്ട് കാരിയേജ് ബസ്സുകളുടെയും ഒക്ടോബർ 1-ന് തുടങ്ങിയ ക്വാർട്ടറിലെ വാഹന നികുതി 50% ഒഴിവാക്കിയതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ബാക്കി വരുന്ന നികുതി അടയ്ക്കുന്നതിനുള്ള സമയപരിധി സ്റ്റേജ് കാരിയേജുകൾക്ക് വരുന്ന ഡിസംബർ 31 വരെയും കോൺട്രാക്ട് കാരിയേജുകൾക്ക് നവംബർ 30 വരെയും നീട്ടി നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് 2 പ്രധാന പാതകളിലൂടെ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് യാത്രാ അനുമതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദക്ഷിണേന്ത്യൻ ദേവസ്വം മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടശ്ശേരിക്കര പമ്പ, എരുമേലി പമ്പ എന്നീ വഴികളിലൂടെ മാത്രമേ യാത്ര അനുവദിക്കൂ. മറ്റ് കാനനപാതകളിൽ യാത്ര അനുവദിക്കില്ല. കോവിഡ്-19ന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ. കോവിഡ് പ്രതിസന്ധിയിലുണ്ടായ വരുമാന നഷ്ടം നികത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടവരവായി ലഭിച്ച സ്വർണ്ണം, വെള്ളി ഉരുപ്പടികൾ കോടതിയുടെ അനുമതി നേടിയ ശേഷം റിസർവ് ബാങ്ക് ബോണ്ടിൽ നിക്ഷേപിച്ച് പലിശ വരുമാനം മുതൽക്കൂട്ടാൻ ഒരുങ്ങുന്നു. വിലയുടെ 2% പലിശയായി ദേവസ്വം ബോർഡിന് ലഭിക്കും. പരമ്പരാഗത തിരുവാഭരണങ്ങൾ,
പൌരാണിക മൂല്യങ്ങളുള്ളവ എന്നിവ ഒഴികെയുള്ള ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഉരുപ്പടികളാണ് ബോണ്ട് ആക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. 1999 ജനുവരി 1 മുതൽ 2019 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് 2021 ഫെബ്രുവരി 28 വരെ സമയം നീട്ടി നൽകി. സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ടുതന്നെ ഈ കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. ജയിലിൽ കഴിയുന്നവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് 15 ലക്ഷം രൂപയും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായത്തിന് 5 ലക്ഷം രൂപയും അനുവദിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രൊബേഷൻ സേവനങ്ങളുടെ ഭാഗമായാണ് സഹായം അനുവദിക്കുന്നത്. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ മാവോയിസ്റ്റ് പ്രവർത്തനം കേരളത്തിലെ വനങ്ങളിൽ ഇല്ല. ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഭീഷണിയായി കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനം മാറിയിട്ടില്ലെന്നും ശ്രീ കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിവച്ചു. കേസ് നീട്ടിവയ്ക്കണമെന്ന സിബിഐയുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. 1 മാസത്തിനിടെ 3ാം തവണയാണ് കേസ് നീട്ടുന്നത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ഈ മാസം 16 വരെ നീട്ടി. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ആക്രമണത്തിന് ഇരയായ നടിയും സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് വിചാരണ നടപടികൾ കോടതി സ്റ്റേ ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡന് വ്യക്തമായ മേൽക്കൈ. 253 ഇലക്ടറൽ വോട്ടുകളുമായി മുന്നേറുന്ന ബൈഡൻ ജോർജിയയിലും നെവാഡയിലും അരിസോണയിലും മുന്നേറ്റം തുടരുകയാണ്. നോർത്ത് കരോലിനയിലും പെൻസിൽവാനിയയിലും മാത്രമാണ് ട്രംപിന് മേൽക്കൈ. നിലവിൽ 213 ഇലക്ടറൽ വോട്ടുകൾ നേടിയ ട്രംപിന് പെൻസിൽവാനിയയിലും ഭൂരിപക്ഷം കുറഞ്ഞുവരികയാണ്. ഐപിഎല്ലിൽ ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അബുദാബിയിൽ ഇന്ത്യൻ സമയം രാത്രി 7:30-നാണ് മത്സരം. തുടർച്ചയായ 5ാം ദിവസവും ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 553 പോയിന്റ് നേട്ടത്തിൽ 41,893ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 143 പോയിന്റ് ഉയർന്ന് 12,263ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 320 രൂപ ഉയർന്ന് 38,400 രൂപയും ഗ്രാമിന് 40 രൂപ കൂടി 4,800 രൂപയുമാണ് ഇന്നത്തെ വില. കെഎസ്ആർടിസി ബസുകൾ സ്വകാര്യ പൊതുമേഖലാ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം വിഎസ്എസ്സിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള യാത്രക്കാരുമായി കെഎസ്ആർടിസി സ്കാനിയ ബസ് ശ്രീഹരിക്കോട്ടയിലേക്ക് തിരിച്ചു. ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബസുകൾ വാടകയ്ക്ക് നൽകുന്നത്. വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും ബസുകൾ വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ 2019ലെ എക്സൈസ് മെഡലുകൾ നവംബർ 11-ന് എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ വിതരണം ചെയ്യും. 27 പേരാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. ആലപ്പുഴ ബൈപ്പാസ് ഡിസംബർ അവസാനത്തോടുകൂടി എല്ലാ ജോലികളും പൂർത്തീകരിച്ച് തുറക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി. സുധാകരൻ ബൈപ്പാസ് സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി നടത്തും. ഡിസംബർ 8, 10, 14 തീയതികളിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 16-ന്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 12-ന്. നവംബർ 19 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. സംസ്ഥാനത്ത് ഇന്ന് 7002 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7854 പേർക്ക് രോഗമുക്തി. 27 മരണം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് 2 പ്രധാന പാതകളിലൂടെ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് യാത്രാ അനുമതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്ററിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.